ഇതുവരെ നമ്മൾ കാണാത്ത 6 പുതിയ വകഭേദങ്ങളെ അവതരിപ്പിച്ചിരിക്കുകയാണ് Volkswagen ഗ്രൂപ്പ് അവരുടെ 2023 ആനുവൽ കോൺഫറൻസിൽ. ഇപ്പോൾ നമ്മളുള്ളത് ആ ഒരു ആനുവൽ കോൺഫറൻസിലാണ്. അവിടെ അവതരിപ്പിച്ച ആ 6 വകഭേദങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് പരിശോധിക്കുകയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. എല്ലാ കൂട്ടുകാർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക്, അതായത് ഇതൊരു വാക്ക് അറൗണ്ട് വീഡിയോ ആണ്, ജസ്റ്റ് കാണിക്കുന്നൊരു വീഡിയോ ആണ്, ആ ഒരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആ 6 മോഡലുകളാണ് ഇവിടെ ഇങ്ങനെ നിരത്തി നിർത്തിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇവിടെ നിന്ന് ആരംഭിക്കാം. അതിനു മുമ്പ് ഒരു കാര്യം കൂടി പറയട്ടെ. ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവനും ടൈഗുണ്ടയും വുർച്ചസിൻ്റെയും വകഭേദങ്ങളാണ്. അത് പറയുന്ന സമയത്ത് ഗ്ലോബൽ എൻക്യാപ്പിൻ്റെ സേഫ്റ്റി റേറ്റിംഗ് പരിഗണിക്കുന്ന ആളുകൾക്കൊരു സന്തോഷ വാർത്ത. ഏറ്റവും നല്ല റേറ്റിംഗ് നേടിയിട്ട് ഈ 2 വാഹനങ്ങളും ഇപ്പം സേഫ്റ്റിയുടെ കാര്യത്തിൽ മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ സേഫ്റ്റി പരിഗണിക്കുന്ന ആളുകൾക്ക് അതൊരു സന്തോഷ വാർത്തയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മളിവിടെ കാണുന്നത് ഇവരുടെ ട്രയൽ വേർഷനാണ് എന്ന് പറയാം. ടൈഗുണ്ട് GT എഡ്ജ് ട്രയൽ കോൺസെപ്റ്റ് എന്നാണ് ഇത് വിശേഷിപ്പിക്കുന്നത്. ഒരു കാര്യം കൂടി പറയട്ടെ. ഇപ്പം ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വാഹനങ്ങളും 1.5 ആണ്. 150 PS പവർ ഉൽപ്പാദിപ്പിക്കുന്ന 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിനകത്ത് മാത്രം വർക്ക് ചെയ്യുന്ന എഞ്ചിനുകളാണ് എന്നതാണ്. അപ്പം ട്രയൽ വേർഷനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു ഓഫ് റോഡ് കൺസെപ്റ്റ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ഹെഡ് ലാമ്പുകൾ വന്നിട്ടുള്ളത് ഹാലജൻ ആണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ DRL താഴെ ഭാഗത്തായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. ഇത് മിന്നുന്നത് ക്യാമറൻ്റെ പ്രശ്നമാണ് കേട്ടോ. അതുപോലെ തന്നെ ഫോഗ് ലാമ്പ് ഹാലജനായിട്ടാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഹണികോം ഗ്രില്ല്, അതുപോലെ തന്നെ GT ബാഡ്ജിങ്, Volkswagen ലോഗോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്കവിടെ കാണാം. ഫുള്ളി ബ്ലാക്ക് ആയിട്ടുള്ള ഒരു വീൽ യൂണിറ്റാണ് ഈ വാഹനത്തിനകത്ത് വന്നുള്ളത്. ഒരു 16 ഇഞ്ച് വീൽ പറയാം. അതുപോലെ തന്നെ GT ബാഡ്ജിങ് കൂടെ കൊടുത്തിട്ടുണ്ട്. മിറർ പിയാനോ ബ്ലാക്ക് ആണ്. അതിനകത്തൊരു റെഡ് എലമെൻറ്റും നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ്. പിന്നെ പ്രധാനപ്പെട്ട ഒരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ ഒരു സൈഡിൽ വന്നിട്ടുള്ളതാണ് അതൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ, ട്രയൽ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ട്രയൽ ഇൻസ്പയർഡ് എന്നൊക്കെയാണ് പറയുന്നത്. അതുപോലെ റൂഫ് റെയിലിൻ്റെ മുഖത്ത് കാരിയർ പോലത്തെ ഒരു ഭാഗവും കാര്യങ്ങളും ഒക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. ഷാർക്ക് ഫിൻ ആൻറ്റിന കാണാം. അതുപോലെ പരസ്പരം കണക്ട് ആയിട്ടുള്ള ടെയിൽ ലാമ്പ്, GT ബാഡ്ജിങ്, ടൈഗൺ ബാഡ്ജിങ്, അതുപോലെ തന്നെ ട്രയൽ എഡിഷൻ എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ്ങിനെയും അവിടെ കൊടുത്തിട്ടുണ്ട്. എക്സോസ്റ്റ് പുറത്തേക്ക് കാണാത്ത തരത്തിൽ തന്നെയാണ് ക്രമീകരിച്ചിട്ടുള്ളത്. നൈസ്, കൊള്ളാം. ഇനി നമ്മൾ അകത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ Volkswagen ലോഗോ കാര്യങ്ങളൊക്കെ കാണാം. അതുപോലെ തന്നെ സില്ല്, ഇവിടെ ഒരു ബ്ലാക്ക് മെറ്റീരിയൽസ് കാര്യങ്ങൾ, ലെതർ സീറ്റുകളാണ് വന്നിട്ടുള്ളത്. അതിനകത്തും ഒരു ട്രയൽ ബാഡ്ജിങ് കാണാം. ബ്ലാക്കും അതുപോലെ തന്നെ ഒരു ബീജും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഇൻറ്റീരിയറാണ്. അത് ഡോർ പാനലിൽ കാണാം. ഇതൊക്കെ ഒരു പ്ലാസ്റ്റിക് എലമെൻറ്റാണ്. ഈ ഒരു ഭാഗത്ത് ലെതർ എലമെൻറ്റുകൾ കാണാം. സീറ്റിൽ ആ റെഡ് എലമെൻറ്റും കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ അല്ല വരുന്നത്, പകരം ഒരു അനലോഗും ഡിജിറ്റലും കൂടി ചേർന്നിട്ടുള്ളതാണ്. ഇവിടെ നമ്മുടെ ഇൻഫോർടൈൻമെൻറ്റ് ഭാഗം കാണാം. എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ കീയിലാണ് വരുന്നത്, അതായത് പുഷ് ബട്ടൺ ഇല്ല എന്നുള്ളത്. അതുപോലെ തന്നെ ആംബിയൻ ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ നമുക്ക് ഒരു കാർബൺ ഫൈബർ എലമെൻറ്റും കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണാം എന്നതാണ്. ഇതാണ് ഫസ്റ്റത്തെ മോഡൽ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്നത്. രണ്ടാമത്തെ മോഡലാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മാറ്റ് എന്ന് പറയുന്ന മോഡൽ. ശരിക്കും GT എഡ്ജ് മാറ്റ് എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഒരു കാർബൺ സ്റ്റീൽ ഗ്രേ മാറ്റ് ഫിനിഷിലാണ് ഈ വാഹനം വന്നിട്ടുള്ളത്. അപ്പോൾ പ്രധാനപ്പെട്ട ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കളർ തീമിൻ്റെ ചേഞ്ച് തന്നെയാണെന്ന് പറയുക. ഒരു മാറ്റ് കളറിൽ വന്നിട്ടുണ്ട്. LED ഹെഡ് ലാമ്പ് യൂണിറ്റുകൾ വന്നിട്ടുണ്ട്. DRL നമുക്ക് ബോർഡിൽ കാണാൻ കഴിയും. GT ബാഡ്ജിങ് വന്നിട്ടുണ്ട്. എല്ലാം GTക്കകത്ത് തന്നെയാണ് ഈ മാറ്റുകളൊക്കെ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു പുതിയ ടൈപ്പ് ഓഫ് വീൽ യൂണിറ്റ് കാണാം. അതൊരു ഡ്യുവൽ ടോൺ ആയിട്ട് കാണുന്നു. GT ബാഡ്ജിങ്. ഇൻറ്റീരിയറിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു ബീജും ബ്ലാക്കും കൂടി ചേർത്തിട്ടുള്ള ഇൻറ്റീരിയറാണ്. സീറ്റ് ലെതർ തന്നെയാണ് വരുന്നത്. എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ, 9-inch ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും അവിടെ കാണാം. മാനുവൽ ഗിയർ ബോക്സ് ആണ്, 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ്. സീറ്റ് ഉണ്ടോ, 2 കളറും കൂടി മിക്സ് ചെയ്തിട്ടുള്ള തരത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. നൈസ്. ഇത് രസമുണ്ടല്ലേ, ഒരു മാറ്റ് കളർ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു സംഭവം. രസമുണ്ട്. ഒരു എന്താ പറയുക, ഇങ്ങനെ തിളങ്ങാത്ത, അതിലേക്ക് നോക്കി കഴിഞ്ഞാൽ തിളങ്ങുന്നുണ്ട്. ആ ഒരു തിളക്കമില്ലാത്തൊരു കളർ എന്ന് പറയാം. പിന്നെ വന്നിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ബ്ലാക്ക് എഡിഷൻ എന്ന് പറയാവുന്നത്. ഇപ്പം ബ്ലാക്ക് എഡിഷനുകൾ ഭയങ്കര ട്രെൻഡിങ് ആണ്. ബ്ലാക്ക് തീമിൻ്റെ കണ്ടിന്യൂഷൻ എന്നുള്ള തരത്തിൽ Volkswagenഉം ബ്ലാക്ക് തീമുകൾ അവതരിപ്പിച്ചിരിക്കുകയാണ്. അതാണ് വൂർച്ചസ്. LED ഹെഡ് ലാമ്പ് യൂണിറ്റുകളും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. DRL താഴ്ഭാഗത്ത് ക്രമീകരിച്ചിട്ടുണ്ട്. ഫോഗ് ലാമ്പ് ഹാലജൻ തന്നെയാണ് വന്നുള്ളത്. ബ്ലാക്ക് തീമുകൾ, വീലുകൾ വന്നിട്ടുണ്ട്. ബ്ലാക്ക് കളർ നല്ല രസമല്ല. നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരു മാഫിയ തീമായിരിക്കും എന്നുള്ളതാണ്. Volkswagen എന്ന് പറയുന്നൊരു ബാഡ്ജിങ് ഇവിടെ കാണാം. അതുപോലെ തന്നെ ഇൻറ്റീരിയറിലേക്ക് വരുന്ന സമയത്ത് ബ്ലാക്ക് അല്ല, ഫുള്ളി ബ്ലാക്ക് ആയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. കാരണം ഒരു ബീച്ച് കളറും കൂടി വരുന്നു. പിയാനോ ബ്ലാക്ക് എലമെൻറ്റ്, ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഭാഗമാകുമ്പോൾ തന്നെ ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കവിടെ കാണാം. BST ഗിയർ ബോക്സിനകത്താണ് വരുന്നത്. വെൻറ്റിലേറ്റഡ് സീറ്റുകൾ അവൈലബിൾ ആണ്. അഡ്ജസ്റ്റബിൾ ആംബ്രസ്റ്റ് ആണ്. ലെതർ സീറ്റുകളാണ്. നൈസ്. ഈ ബ്ലാക്ക് തീം എല്ലായിടത്തും വന്നിരുന്നെങ്കിൽ ഫുള്ളി ബ്ലാക്ക്ഡ് ആയിട്ടുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു വാഹനമായിട്ട് ഉറച്ചു മാറുമായിരുന്നു എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറയാം. Volkswagen ഗ്രൂപ്പിൽ ഇപ്പം നമ്മൾ സേഫ്റ്റിൻ്റെ കാര്യം പറഞ്ഞു. രണ്ടാമത് Volkswagen ഗ്രൂപ്പിൻ്റെ ഒരു ഹൈലൈറ്റ് ഡിസൈൻ മികവാണ് എന്ന് പറയാം. ഒരു ജർമ്മൻ ഡിസൈൻ ഹൈലൈറ്റ്സ് എപ്പോഴും നമുക്ക് Volkswagen ഉണ്ടായിരിക്കും. ആ ഒരു നീറ്റ് ആൻഡ് ക്ലീൻ
ഫിനിഷിങ് ഒക്കെ ഭയങ്കര ഹൈലൈറ്റായിട്ട് നമുക്ക് എപ്പോഴും ഫോക്സ്വാഗൺ വാഹനങ്ങളിൽ കാണാൻ കഴിയുമെന്നുള്ളതാണ്. ആ ഒരു ഹൈലൈറ്റ് ഫോക്സ്വാഗൺ ഗ്രൂപ്പിൻ്റെ മുഖമുദ്രയാണ് എന്ന് പറയാം. ഇനി ഇവിടെയും നമുക്കൊരു വിർച്വസ് ഉണ്ട്. ഈ വിർച്വസിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ്. മാത്രമല്ല ഇതൊരു മാനുവൽ ഗിയർ ബോക്സോടുകൂടി വന്നിട്ടുള്ള ഒരു വേരിയൻ്റ് കൂടിയാണ് എന്ന് പറയാം. അതായത് 1.5 ലിറ്റർ വിർച്വസിനെ അവതരിപ്പിച്ച സമയത്ത് അതിനകത്ത് DSG ഗിയർ ബോക്സ് മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പം ഇത് പുതുതായിട്ട് നമുക്ക് മാനുവലിൻ്റെ അകത്തും അവൈലബിൾ ആണ് എന്നുള്ളത്. ഒരുപാട് എന്തൂസിയാസ്റ്റുകൾ ചോദിച്ചൊരു ചോദ്യമാണ് എന്തുകൊണ്ട് മാനുവൽ ഇല്ല എന്നുള്ളത്. കാരണം ഒരുപാട് മാനുവൽ ഫാനുകൾ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മാനുവൽ ഗിയർ ബോക്സ് വന്നു. 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിൻ്റെ അകത്ത്. ഭയങ്കര ഫണ്ണായിട്ടുള്ളൊരു മെഷീൻ കേട്ടോ. 1.5 ലിറ്റർ 1 ലിറ്റർ ഫണ്ണും 1.5 ലിറ്റർ സൂപ്പർ ഫണ്ണുമാണ്. അങ്ങനെയാണ് ക്രമീകരിച്ചത്. ഫുൾ ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ, ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. സീറ്റ് വെന്റിലേഷൻ, എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ, വയർലെസ് ചാർജിങ് ഏരിയ ഒക്കെ നമുക്കിവിടെ കാണാൻ കഴിയും. ഇനി രണ്ടാമത്തെ ഫോക്സ്വാഗണിൻ്റെ ഒരു ഹൈലൈറ്റ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷുകൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ എവിടെയും ഒരു അപാകത നമുക്ക് ഫീൽ ചെയ്യില്ല എന്നുള്ളതാണ്. അതിലൊക്കെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു കൃത്യത എപ്പോഴും ഫോക്സ്വാഗൺ അവരുടെ നിർമ്മാണ മികവിൽ കാണിക്കാറുണ്ട് എന്നുള്ളതാണ്. ആ ഒരു സംഭവം ഫോക്സ്വാഗൺ ഗ്രൂപ്പിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഹൈലൈറ്റാണ്. അപ്പം വിർച്വസിൽ മാനുവൽ വന്നിട്ടുണ്ട്. 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിനിൽ ഇനി മുതൽ നമുക്ക് എന്തുണ്ട് മാനുവൽ ട്രാൻസ്മിഷൻ ഉണ്ട് എന്നുള്ളതാണ്. ഒരുപാട് എന്തൂസിയാസ്റ്റുകൾ ചോദിച്ചൊരു ചോദ്യം. അത് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയാം. നമ്മളെ വീഡിയോ കടിയിലും ഒരുപാട് കമൻറ്റുകൾ ഉണ്ടായിരുന്നു എന്തുകൊണ്ട് മാനുവൽ ട്രാൻസ്മിഷൻ ഇല്ല എന്നുള്ള ഒരു ചോദ്യം. ആ ഒരു ചോദ്യത്തിന് ഇപ്പം നമുക്ക് ഉത്തരം കിട്ടിയിരിക്കുകയാണ്. 1.5-നകത്ത് ഇനി മാനുവൽ ഉണ്ട് എന്നുള്ളതാണ്. ഇനി അഞ്ചാമതായിട്ട് ഫോക്സ്വാഗൺ അവതരിപ്പിച്ച അവരുടെ മോഡലായിരുന്നു സ്പോർട്ട് എന്ന് പറയുന്ന ടൈഗൺ GT ഏജ് സ്പോർട്ട് കോൺസെപ്റ്റ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ ഒരു മോഡൽ. ഇതിലേക്ക് വരുന്ന സമയത്ത് പ്രധാനമായിട്ട് വ്യത്യാസങ്ങൾ ഞാൻ കണ്ടതെന്ന് വെച്ചാൽ ഹാലജൻ ഹെഡ്ലാമ്പാണ് DRL താഴേക്ക് കൊടുത്തിട്ടുണ്ട്. GT ബാഡ്ജിങ്, ഫോക്സ്വാഗൺ ലോഗോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കാണാം. ഹാലജൻ ഹെഡ്ലാമ്പ് ആയതുകൊണ്ട് തന്നെ ഫോഗ് ലാമ്പും ഹാലജൻ തന്നെയാണ്. ഇനി LED ഹെഡ്ലാമ്പ് വന്നു കഴിഞ്ഞാലും ഫോഗ് ലാമ്പ് ഹാലജനായിട്ടാണ് ക്രമീകരിച്ചിട്ടുള്ള എല്ലാത്തിലും. ഇവിടെ നമ്മുടെ നമുക്കൊരു ബോൾട്ട് സ്ട്രൈപ്പ് പോലെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നമുക്ക് കാണാൻ കഴിയും. GT ബാഡ്ജിങ് ഇവിടെയും കാണാം. വീല് ഒരു ഡ്യുവൽ ടോൺ വ്യത്യസ്തമായിട്ടുള്ള വീല് കാണാം. അതുപോലെ തന്നെ സൈഡിലും നമുക്കൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ വിത്ത് TSI ബാഡ്ജിങ് നമുക്ക് കാണാൻ കഴിയും. ബാക്കിലേക്ക് വരുന്ന സമയത്ത് TSI പവർ എന്ന് പറഞ്ഞിട്ട് ഒരു ബാഡ്ജിങ്ങും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ പിന്നെ അങ്ങനെ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നും തന്നെ നമുക്ക് പറയാനില്ല. ഇനി ഇൻറ്റീരിയറിലേക്ക് വരുന്ന സമയത്ത് ചില വ്യത്യാസങ്ങളുണ്ട്, അതിനെക്കുറിച്ച് പറയാം. ഡോർ തുറക്കുമ്പോൾ ഇവിടെ ഇലുമിനേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ടൈഗൺ സില്ലും കാര്യങ്ങളൊക്കെ കാണാം. അതുപോലെ തന്നെ ബോഡി കളറായിട്ടുള്ള പാനലുകൾ അത് ഇവിടെയും അവിടെയും നമുക്ക് കാണാൻ കഴിയും. സീറ്റ് വ്യത്യാസമുണ്ട്. റെഡ് സ്റ്റിച്ചിങ്ങും അതുപോലെ തന്നെ റെഡ് ഒരു ഇതൊക്കെ കൊടുത്ത് ബീജും ബ്ലാക്കും കൂടി ചേർന്നിട്ടുള്ളതാണ്. അപ്പോൾ തന്നെ ഇവിടെ നമുക്കൊരു TSI എന്ന് പറയുന്നൊരു സാധനം കാണാം. ഇതിനകത്തും കാണാം. ഇവിടെയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഫോക്സ്വാഗണിൻ്റെ ഒരു ലോഗോ യൂണിറ്റ് നമുക്കിവിടെ കാണാം. ലെതർ സീറ്റുകളാണ് വരുന്നത്. ഫോക്സ്വാഗണിൻ്റെ ഒരു ലോഗോയും കാണാം. അതിവിടെയും അതുപോലെ തന്നെ ബാക്കിലും നമുക്ക് ക്രമീകരിച്ചിട്ട് ബാക്കിലത്തെ സീറ്റിലും നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ്. ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ അല്ല, ലോഗും ഡിജിറ്റലും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു സംഭവമാണ് വന്നുള്ളത്. ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഭാഗവും കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ ഒരു 12 വോട്ടിൻ്റെ ചാർജിങ് പോർട്ട് വേണം. DSG ഗിയർ ബോക്സ് ആണ്. പിന്നെ അതുപോലെ തന്നെ എഞ്ചിൻ ഓൺ ആക്കുന്നതും ഇഗ്നിഷൻ ഓൺ ആക്കുന്നതും ഒക്കെ തന്നെയും നമ്മളിങ്ങനെ കീട്ട് തിരിക്കുന്ന പോലെ തന്നെയാണ് ക്രമീകരിച്ചിട്ടുള്ളത്. കൊള്ളാം. ഒരു കാർബൺ ഫൈബർ എലമെൻറ്റ്, അതുപോലെ തന്നെ ആംബിയൻ ലൈറ്റിങ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയും നമുക്കവിടെ കാണാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് സ്പോർട്ട് എഡിഷൻ എന്ന് പറയാവുന്ന ഒരു എഡിഷൻ. പിന്നെ ഉള്ളത് ടൈഗുണ്ട് ബ്ലാക്ക്. ഇതാണ് 6ാമത്തെ മോഡൽ ബ്ലാക്ക് എഡിഷൻ. അതായത് കളർ ചേഞ്ച് മാത്രമാണ്. ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെയാണ്. വലിയ വ്യത്യാസങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല എന്നുള്ളതും കൂടിയാണ്. അപ്പോൾ ഇത് ശരിക്കും നമ്മളൊരു മാഫിയ ലുക്ക് എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ബ്ലാക്കിന് ഇഷ്ടപ്പെടുന്ന ആളുകൾക്കിടയിലേക്ക് പുതിയ ഒരു ബ്ലാക്ക് എഡിഷൻ കൂടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും മോഡലുകളെയാണ് 2023 നമ്മൾ ആനുവൽ മീറ്റപ്പിൻ്റെ ഭാഗമായിട്ട് അവർ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇതെല്ലാം പുതിയതാണ്. ഇതുവരെ വാഹന വിപണിയിൽ നമ്മൾ കാണാത്തതാണ്. പ്രധാനമായിട്ടും ഗ്രാഫിക്കൽ ചേഞ്ചുകളാണ്. എഞ്ചിൻ ചേഞ്ചുകളൊന്നും അങ്ങനെ കാര്യമായിട്ടില്ല എന്നുള്ളത് കൂടി പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.